ഹായ് ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൊണ്ടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നിധി ഇങ്ങനെ കരയുന്ന നിധിയുടെ ആ ഒരു സങ്കടം കാണിച്ചുകൊണ്ടാണ്. നിധി ഭയങ്കരമായിട്ട് വിഷമം തോന്നിയിട്ടുണ്ട്. നിധിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമായി. അതായത് അച്ഛനും ചേട്ടനും കൂടി ഇങ്ങനെ കാണിച്ചതിൽ ഭയങ്കരമായിട്ടുള്ള വിഷമം പുള്ളിക്കാരിക്കുണ്ടായിരുന്നു. നന്നായിട്ട് കാണിക്കുന്നുണ്ട്. നിധി ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ് കുറേ വട്ടം സോറി പറയുന്നുണ്ട് സുഭാഷ് ചേട്ടനോട്. അതേപോലെ തന്നെ നിധി ഇങ്ങനെ കരയുമ്പോഴത്തേക്കും സുധീഷാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ സൈഡാക്കി അവിടെ ഇട്ടിട്ട് നിധിയോട് പറയും, നിധി താനിങ്ങനെ കരയേണ്ട കാര്യമൊന്നുമില്ല, താൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ലെന്ന് ഞങ്ങൾക്കറിയാമല്ലോ, താൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം, താൻ ഇങ്ങനെ കരയേണ്ട, അതൊന്നും സാരമില്ലടോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നിധി ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാലും എൻ്റെ അച്ഛൻ ഇങ്ങനെ വന്ന് വിളിച്ചപ്പോൾ ഞാനങ്ങനെ പോകരുതായിരുന്നു, ഞാൻ പോയത് കൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത്, പോയില്ലായിരുന്നു ഇങ്ങനൊന്നും സംഭവിക്കത്തില്ലായിരുന്നു, ഞാൻ സത്യം പറഞ്ഞാൽ പോയില്ലായിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരിക്ക് ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടാകുന്നുണ്ട്, ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അപ്പോഴത്തേക്ക് സുഭാഷ് ചേട്ടനാണെങ്കിലും പറയുന്നുണ്ട്, അത് സാരമില്ല മോളെ, അങ്ങനെ ഒന്നുമില്ല, അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾക്കറിയാമല്ലോ നീ അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന്, പിന്നെ മോളെന്തിനാണ് വിഷമിക്കുന്നത്, അവർ ഇതോർത്തിട്ടാണെങ്കിൽ അത് വിട്ട് കളഞ്ഞേക്ക്, അതെല്ലാം കഴിഞ്ഞില്ല, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് സുഭാഷായിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും അവരുടെ ഇടയിലുള്ള നല്ലൊരു ബോണ്ട് നന്നായിട്ട് വിസിബിളാക്കി കാണിക്കുന്നുണ്ട്. സുഭാഷ് ചേട്ടനോടുള്ള നിധിയുടെ സ്നേഹമാണെങ്കിലും അത് നന്നായിട്ട് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അപ്പോഴത്തേക്കും ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നിധി പറയും, ആങ്കി സുധീഷ് നമുക്ക് സുഭാഷ് ചേട്ടാ ഹരീഷിനോട് പറയാം, നമുക്ക് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് പോവാം, സുധീഷിന് ഇത്ര ഇടിയൊക്കെ കൊണ്ടല്ലേ, ഇനി വല്ല കുഴപ്പമുണ്ടോയെന്ന് അറിയാമല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് നികേഷിൻ്റെ മുഖത്തൊരു ചെറുതായിട്ടൊരു ചിരി വരുന്നുണ്ട്. അതായത് നിധിക്ക് ചെറിയ രീതിയിലൊക്കെ ഒരു കെയറിങ് സുധീഷിനോടുണ്ട് എന്നവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇങ്ങനെ പിന്നെ നിധിയുടെ ആ മൂഡൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് ആ മൂഡൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സുധീഷ് പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല നിധി, പിന്നെ തൻ്റെ ചേട്ടനിട്ട് 2 കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്തിട്ടൊരു ചെറിയ വിഷമേ ഉള്ളെന്ന് പറഞ്ഞിട്ട് സുധീഷ് ഇങ്ങനെ പറയുകയാണ്, തൻ്റെ സോല് പറച്ചിൽ കയറുന്നായിരുന്നെങ്കിൽ എനിക്ക് വണ്ടിയൊന്നും എടുക്കാമായിരുന്നു, വീട്ടിൽ പോയിട്ട് വേണം ഒന്ന് കിടക്കാൻ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നിധി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു വണ്ടി എടുത്ത് വീട്ടിലോട്ട് ചെല്ലുന്ന സമയത്ത് തന്നെ ഹരീഷും വരുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ കയറുന്ന സമയത്ത് സുഭാഷ് ചേട്ടൻ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, ഫുഡ് കഴിച്ചായിരുന്നു അച്ഛാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അച്ഛനെന്നെ പറയും, നീ പിന്നെ മട്ടൻ ബിരിയാണിയും ചാപ്സും ഉണ്ടാക്കി വെച്ചിട്ടാണല്ലോ പോയത്, അതെടുത്ത് ഞാൻ മൊത്തം തിന്നായിരുന്നടാ, ഏതാണ്ട് അവൻ ഉണ്ടാക്കി വെച്ച പോലെയാണ് അവൻ്റെ വർത്താനം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നികേഷിനെ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്, നല്ലവണ്ണം ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് നികേഷ് പെണ്ണൊന്നും അന്നേരം അകത്തോട്ട് കയറിപ്പോയി. എന്നിട്ട് അകത്തോട്ട് കയറി ചെന്നിട്ട് അവിടെ ഇരുന്ന് അവരെല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് നികേഷ് പറയുന്നുണ്ട്, എന്ത് മര്യാദയില്ലാത്ത വർത്താനം അങ്ങേര് പറഞ്ഞത്,